ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴടയാണ് കേട്ടോ. അപ്പോൾ പഴം വേവിച്ച് ശർക്കരപ്പാനി ഉരുക്കി അത് മിക്സിയിൽ അടിച്ചതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഇനി ഒരു ഇത്തിരി തേങ്ങ, ജീരകം, ഏലക്കായ അതും മിക്സിയിലടിച്ച് ഇതേപോലെ വയ്ക്കുക. അതിന് പാൻ ചൂടായി കഴിയുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം അത് ഒഴിക്കുക കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് ഭക്ഷണ സാധനങ്ങൾ ഒട്ടും തന്നെ പാഴാക്കുന്നത് യാതൊരുവിധ താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ. അങ്ങനെ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. ആളുടെയൊക്കെ ഐഡിയ വെച്ചിട്ട് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. പഴം പഴുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളത് കഴിക്കാറില്ല. അപ്പം അമ്മയാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്ത് നോക്ക്, അപ്പം നമുക്ക് കഴിക്കാം, എല്ലാവർക്കും കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കഴിച്ചു കഴിഞ്ഞപ്പം നല്ല ഇഷ്ടമായി ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് സാധാരണ അട പരത്തുന്ന പോലെ ഇലയിൽ പരത്തിയിട്ട് ചുരുട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചധികം എണ്ണം വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.